നമസ്കാരം. 10 വർഷം കേരളത്തിലെ ജനത അനുഭവിച്ച ദുരിതങ്ങളൊക്കെ അവസാനിപ്പിച്ച ദിവസമായിരുന്നു ഇന്നലെ. വാസ്തവത്തിൽ ഏതാണ്ട് രണ്ടാഴ്ചയോളം അത് വൈകിപ്പിച്ചു. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ദുരിതഭരണം അവസാനിപ്പിക്കാമായിരുന്നു. എന്നാലും ഇന്നലെ അത് സംഭവിച്ചു. ജനം എത്രമാത്രം ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു, കാത്തിരുന്നു എന്നതിന് തെളിവായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ജനസാഗരമായി. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഒഴുകിയെത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പതിവ് തെറ്റിക്കാതെ ഗവർണറുടെ സൽക്കാരമായിരുന്നു. അതിനുശേഷം ഇന്നലെ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗം. ഈ മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായകമായ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. വാക്കുപാലിക്കുന്ന സർക്കാർ എന്ന പേര് ഇന്നലെ ചാനലുകളും ഇന്ന് പത്രങ്ങളും കൊടുത്തു കഴിഞ്ഞു. ഇന്നത്തെ പത്രങ്ങളൊക്കെ കാണണം, എത്ര മനോഹരമായാണ് ഒരു സർക്കാരിനെ സ്തുതിച്ചുകൊണ്ട് എഴുതുന്നത് എന്നോർക്കുക. മാതൃഭൂമിയുടെ 1-ാം പേജൊക്കെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. 1-ാം പേജിൻ്റെ രണ്ടറ്റത്തു നിന്നും മുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു പേജ്, അത് നിവർത്തിയാൽ ഒരു 2 പേജ് ഒരുമിച്ചുള്ള ചിത്രം. അത്ര മനോഹരമായാണ് മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്തത്. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വരെ ഈ ദുരിതകാലത്തെക്കുറിച്ച് പറയാൻ ഇവർക്കാർക്കും ധൈര്യമുണ്ടായിരുന്നില്ല എന്നത് നമുക്കങ്ങ് മറക്കാം. അതല്ല സത്യം. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടും ഇന്നലെ മന്ത്രിമാർക്ക് ഭരണ ചുമതലയേൽക്കാൻ കഴിഞ്ഞില്ല. കാരണം സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ട ഒന്ന്, മന്ത്രിമാരുടെ വകുപ്പ് നിശ്ചയിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഇറക്കുകയാണ്. ഈ വിജ്ഞാപനം ഇറങ്ങിയാൽ മാത്രമേ ഒരു മന്ത്രിയാവുന്നുള്ളൂ ആ വകുപ്പിൽ. അങ്ങനെ വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് പണി തുടങ്ങാം. പ്രൈവറ്റ് സെക്രട്ടറിമാരും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒക്കെ പതിയെ നിയമിക്കേണ്ടതാണ്. എങ്കിൽ പോലും ഇവർ ചിലരെ കണ്ടുവച്ചിട്ടുണ്ടാവും. അവരൊക്കെ മന്ത്രിയെ സഹായിക്കാൻ വേണ്ടി മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തും. തൊട്ടു പിന്നാലെ വകുപ്പ് സെക്രട്ടറിയെ മാറ്റേണ്ടതുണ്ട്. പഴയ ഭരണത്തിന് തുടർച്ചയായതുകൊണ്ട് തന്നെ വകുപ്പ് സെക്രട്ടറിയെയും വകുപ്പ് മേധാവിയെയും ഒക്കെ മാറ്റണം. ഈ ദിവസങ്ങളിൽ അത് ചെയ്യണമെങ്കിൽ മാത്രമേ ഭരണം സുഗമമാവൂ. എന്നാൽ ഇന്നിതുവരെ മന്ത്രിമാരുടെ വകുപ്പ് നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല. ആ വകുപ്പ് നിശ്ചയിച്ച് അത് ഗവർണർക്ക് കൈമാറി ഗവർണർ അത് വിജ്ഞാപനം ഇറക്കണം. പക്ഷേ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്കാർക്കും ചുമതലയേൽക്കാൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് വീടുള്ള മന്ത്രിമാരൊക്കെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയായ കണ്ടോൺമെന്റ് ഹൗസിൽ തന്നെ തുടർന്നു. മറ്റു പലരും തിരുവനന്തപുരത്തെ വലിയ ഹോട്ടലുകൾ, ഹയത്ത് പോലുള്ള ഹോട്ടലുകളിലൊക്കെ തങ്ങുകയാണ്. ഇന്നലെ ഞാൻ ഹയത്തിൽ ഒരാളെ കാണാൻ പോയപ്പോൾ മന്ത്രി KM ഷാജിയെ അവിടെ വെച്ച് കണ്ടു. എല്ലാവർക്കും വകുപ്പുകളെക്കുറിച്ച് ചില സൂചനകൾ ഉണ്ടെങ്കിലും ഉറപ്പിക്കാത്തതിനാൽ ചുമതലയേൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു മന്ത്രി മാത്രം വ്യത്യസ്തനായി ചുമതല ഏറ്റു. അത് ഷിബു ബേബി ജോണാണ്. ഷിബു ബേബി ജോണിനോട് ആദ്യം ജലസേചന വകുപ്പാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടു. പ്രയാസമാണ്, അതിന് കേരള കോൺഗ്രസ് ബഹളം വയ്ക്കുന്നു. അവർക്കാണല്ലോ 7 MLA-മാരുള്ളത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് വിട്ടുകൊടുക്കണം. വനം വകുപ്പ് ഏറ്റെടുക്കാൻ പറഞ്ഞു. വനവും കശുവണ്ടിയും നൈപുണ്യ വികസനവുമാണ് ഷിബു ബേബി ജോണിന് കൊടുത്തത്. ഷിബു അതുകൊണ്ട് തന്നെ ഇന്നലെ തനിക്ക് അനുവദിച്ചിരുന്ന ഓഫീസിൽ പോയി ചുമതലയേറ്റു. മന്ത്രിമാരുടെ ഓഫീസൊക്കെ നേരത്തെ അനുവദിച്ചിരുന്നു. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വകുപ്പിൻ്റെ തൽസ്ഥിതി അറിയുകയും അടിയന്തരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വിചിത്രമാണ്. വകുപ്പ് വിജ്ഞാപനം വൈകാൻ പ്രധാനപ്പെട്ട കാരണം ഷിബുവിൻ്റെ വകുപ്പ് തന്നെയാണ് എന്നതാണ് ഏറ്റവും വിചിത്രമായ സംഗതി. മറ്റു മന്ത്രിമാരൊന്നും ചുമതലയേറ്റിട്ടില്ല. ചുമതലയേറ്റ ഷിബുവിൻ്റെ വകുപ്പ് മാറ്റിയേക്കും എന്ന സൂചനയാണ് മാധ്യമങ്ങൾ വരുന്നത്. എന്നാൽ മന്ത്രി ഷിബു ബേബി ജോണിനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചു. തനിക്ക് വകുപ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വകുപ്പിൻ്റെ ചുമതല താൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. താൻ ആ വകുപ്പ് ഭരണം നടത്തുന്നു എന്നാണ് ഷിബു പറഞ്ഞത്. പ്രശ്നം ഫിഷറീസ് വകുപ്പാണ്. ലത്തീൻ കത്തോലിക്ക സഭ UDF സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ ഇടഞ്ഞു നിൽക്കുന്നു. അതിന് കാരണം ലത്തീൻ സഭയിൽ നിന്നും ഒരു നേതാവ് മന്ത്രിയാകണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. അതിനവർ മുമ്പോട്ട് വെച്ച ആദ്യത്തെ പേര് M. വിൻസെൻ്റ് ആണ്. കോവളം MLA. പലതവണ MLA ആയി. വിഴിഞ്ഞം തുറമുഖ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ സഭയ്ക്കൊപ്പം ഉറച്ചു നിന്നു. അതുകൊണ്ട് വിൻസെൻറ്റിനെ മന്ത്രിയാക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് രണ്ടാമതൊരു മന്ത്രിയെ കൂടി കൊടുക്കുക പ്രയാസമാണെന്ന് അറിയിച്ച് ഷിബു ബേബി ജോണിൽ മാത്രം ഒതുക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി. ഇതിലുള്ള അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് ലത്തീൻ സഭ ബഹിഷ്കരിച്ചിരുന്നു. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യം സന്ദർശിക്കുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള ലത്തീൻ സഭാസ്ഥാനത്താണ്. ബിഷപ്പുമായും വികാരി ജനറലുമായും ഒക്കെ ചർച്ച നടത്തി. അവർ മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഫിഷറീസ് വകുപ്പ് ഒന്നുകിൽ സമുദായാംഗത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ കടലിൻ്റെ സ്വരമറിയാവുന്നവർക്ക് കൊടുക്കണം. ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഫിഷറീസ് വകുപ്പ് ലീഗിന് കൊടുക്കാൻ തത്വത്തിൽ തീരുമാനമെടുത്തിരുന്നു. ലത്തീൻ സഭ അതിനോട് വിയോജിക്കുന്നു. ഫിഷറീസ് വകുപ്പ് ലീഗിന് കൊടുക്കാനുള്ള കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവരിൽ നിന്നും ഏറ്റെടുക്കാൻ തീരുമാനിച്ചതാണ്. പൊതുവെ UDF ഭരണകാലത്തെ വിദ്യാഭ്യാസ വകുപ്പ്
ലീഗിനാണ്. ഇതേക്കുറിച്ചുള്ള പരാതികൾ എക്കാലത്തും മറ്റു സമുദായക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്ന ആഗ്രഹം വി.ഡി. സതീശനുണ്ടായിരുന്നു. ഇതിനിടയിലാണ് പിണറായി ഒരു ഉപകാരം ചെയ്തത്. വിദ്യാഭ്യാസ വകുപ്പിനെ വിഭജിച്ച് രണ്ടാക്കി. ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും രണ്ടും രണ്ട് മന്ത്രിമാർക്കായി. അത് UDF-ന് ഗുണകരമായി. ഉന്നത വിദ്യാഭ്യാസം മാത്രം ഏറ്റെടുക്കുക, പൊതുവിദ്യാഭ്യാസം ലീഗിന് കൊടുക്കുക എന്ന നിലപാടിലേക്ക് UDF വന്നു. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് പകരം ഫിഷറീസ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. ഇതിനെതിരെയാണ് ലത്തീൻ സഭ രംഗത്ത് വന്നത്. എന്നാൽ വിചിത്രമായ സംഗതി അതല്ല. സഭ ആവശ്യപ്പെട്ടതുപോലെ ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കുന്നതിനോട് ഷിബു ബേബി ജോണിന് താല്പര്യമില്ല. ഏറ്റെടുക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ തനിക്ക് കിട്ടിയിരിക്കുന്ന വകുപ്പുകൾ തുടരണം എന്നാണ് ഷിബുവിൻ്റെ ആവശ്യം. വനം വകുപ്പാണ് പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേതാണ് കശുവണ്ടിയും നൈപുണ്യ വികസനം. ഈ രണ്ടും ഷിബുവിന് താല്പര്യമുള്ള വകുപ്പാണ്. വനം വകുപ്പ് കൊടുത്ത വകുപ്പാണ്. എന്നാൽ വനം വകുപ്പ് തിരിച്ചെടുത്തുകൊണ്ട് ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കാൻ ഷിബു ഒരുക്കമല്ല. ഈ രണ്ട് വിഷയമാണ് പ്രധാനപ്പെട്ട തർക്ക വിഷയമായി തുടരുന്നത്. അതുകൊണ്ട് തന്നെ വകുപ്പിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ആർക്കും തന്നെ ഏത് വകുപ്പുകളാണ് തങ്ങൾക്ക് എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധനവകുപ്പ് പോലെ സുപ്രധാനമായ ഒരു വകുപ്പ് കയ്യിൽ വയ്ക്കുമ്പോൾ എന്തിനാണ് മറ്റ് പല വകുപ്പുകളും കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വകുപ്പിൻ്റെ മേലാണ് കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന പലരുടെയും ലക്ഷ്യം. കെ.സി. വേണുഗോപാലിൻ്റെ ടീം മാനേജറായി പ്രവർത്തിച്ച് ആഭ്യന്തരമന്ത്രിയായെങ്കിലും വരണമെന്ന് കെ.സി. ആഗ്രഹിച്ച ആളാണ് A.P. അനിൽകുമാർ. അനിൽകുമാറിന് ആരോഗ്യം കൊടുക്കാനായിരുന്നു ഒടുവിൽ തീരുമാനം. എന്നാൽ കെ. മുരളീധരൻ പിടിവാശി പുലർത്തിയതോടെ ആരോഗ്യം മുരളീധരന് കൊടുക്കേണ്ട സാഹചര്യമുണ്ടായപ്പോൾ മുരളീധരന് പറഞ്ഞിരുന്ന വൈദ്യുതി വകുപ്പാണ് ഇപ്പോൾ അനിൽകുമാറിന് കിട്ടിയത്. ഇതിൽ അസ്വസ്ഥത കെ.സി. വേണുഗോപാലിനുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൈവശം വെച്ചിരിക്കുന്ന വകുപ്പുകളിൽ ഒന്നെങ്കിലും വിട്ടുതരണം എന്നാണ് A.P. അനിൽകുമാറിന്റെ ആവശ്യം. മുഖ്യമന്ത്രിക്ക് സുപ്രധാനമായ ധനവകുപ്പിന് പുറമെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായി മാറിയിരിക്കുന്ന തുറമുഖവും നിയമവും പൊതുഭരണവുമുണ്ട്. 4 വകുപ്പുകളും സുപ്രധാനമാണ്. തുറമുഖം നേരത്തെ ഒട്ടും പ്രസക്തമായിരുന്നില്ല. എന്നാൽ വിഴിഞ്ഞം വന്നതോടെ തുറമുഖം വളരെ പ്രധാനപ്പെട്ട വകുപ്പായി മാറുന്നു. എന്ന് മാത്രമല്ല, പൊന്നാനിയിൽ പുതിയൊരു തുറമുഖം അദാനിയുടെ ഉടമസ്ഥതയിൽ തുടങ്ങാനുള്ള പദ്ധതികൾക്ക് നേരത്തെ തന്നെ രൂപം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുറമുഖം മുഖ്യമന്ത്രി നിർബന്ധമായും കൈവശം വെച്ചു. പൊതുഭരണം വിട്ടുകൊടുക്കുക പ്രയാസമായിരിക്കും. നിയമവും നിർണായകമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ മുഖ്യമന്ത്രി കൈവശം ഇരിക്കുന്നു. അതിൽ ഒന്നെങ്കിലും വിട്ടുതരണം എന്നാണ് A.P. അനിൽകുമാറിന് വേണ്ടി കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, മറ്റു പല മന്ത്രിമാർക്കും ന്യായമായ വകുപ്പുകളില്ല. മുഖ്യമന്ത്രി തീർച്ചയായും പൊതുഭരണവും ധനവും മാത്രം കൈവശം വെച്ച് മറ്റ് 2 വകുപ്പുകളും വിട്ടുതരണം എന്ന് വാദിക്കുന്നവർ ഏറെയാണ്. എന്തിനേറെ, ലീഗിൻ്റെ വകുപ്പ് വിഭജനത്തിൽ പോലും തർക്കം ബാക്കിയാണ്. ലീഗ് ഫിഷറീസ് ചോദിക്കുന്നു എന്നത് ഒരു മുഖംമൂടി മാത്രമാണ്. ലീഗിനുള്ളിൽ വകുപ്പ് വിഭജനത്തെക്കുറിച്ചുള്ള തർക്കമുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കുള്ളതാണ് വ്യവസായവും ഐ ടി മുഖ്യമന്ത്രിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, കൊടുത്തില്ല. വ്യവസായവും ഐ.ടിയും കുഞ്ഞാലിക്കുട്ടിക്കുള്ളതാണ്. പൊതുമരാമത്ത് എന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട വകുപ്പ് P.K. ബഷീറിന് കൊടുക്കണമെന്നാണ് ആവശ്യം. എന്നാൽ ആ വകുപ്പ് ബഷീറിന് പകരം K.M. ഷാജിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഷാജിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊടുക്കാനാണ് സാധ്യത. പൊതുവിദ്യാഭ്യാസം ഷംസുദ്ദീന് കൊടുക്കും. അതേസമയം കുറേ വകുപ്പുകൾ നിശ്ചയിച്ചു കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസുമാണ്. കെ. മുരളീധരൻ ആരോഗ്യവും ദേവസ്വവുമാണ്. സണ്ണി ജോസഫിന് റവന്യൂ ആണ്. മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പാണ്. ഒപ്പം രജിസ്ട്രേഷൻ കൂടി വേണമെന്നാണ് മോൻസിന്റെ ആവശ്യം. അതിന് വിസമ്മതിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. നിർബന്ധമാണെങ്കിൽ ഭവന നിർമ്മാണം കൂടി കൊടുക്കാൻ ഒരുക്കമാണ്. മോൻസിന് ജലവിഭവത്തിനൊപ്പം ഭവന നിർമ്മാണം കൂടി കൊടുത്തേക്കാം. ആവശ്യപ്പെടുന്നത് രജിസ്ട്രേഷനാണ്. തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിന് ചുമതല. A.P. അനിൽകുമാറിന് വൈദ്യുതിയാണ്. കൂടെ ഒരു വകുപ്പ് കൂടി കിട്ടിയേ മതിയാവൂ എന്ന വാശിയിലാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതയും ശിശുക്ഷേമവുമാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. ബാക്കിയുള്ള വകുപ്പുകൾ പറഞ്ഞു കേൾക്കുന്നത് എങ്ങനെയാണ്? P.C. വിശ്വനാഥിന് ടൂറിസവും സാംസ്കാരികവും, C.P. ജോണിന് ഗതാഗതത്തിനൊപ്പം തൊഴിൽ വകുപ്പ് കൂടി C.P. ജോണിന് കൊടുക്കാനുള്ള ആലോചനയുണ്ട്. M. ലിജുവിന് എക്സൈസ്, O.J. ജനീഷിന് യുവജനക്ഷേമം. ഇത്തരത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. എന്തായാലും വകുപ്പുകൾ വിജ്ഞാപനം ചെയ്താൽ മാത്രമേ സർക്കാരിനെ പ്രവർത്തിച്ചു തുടങ്ങാൻ കഴിയൂ.